എല്ലായിടത്തും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഈ പറഞ്ഞ 5 പേര് ബാക്കിയുള്ളവർ പുറത്തേക്കത്തുള്ളൂ. പ്രിൻസിപ്പൽ റൂമിലോട്ട് 5 പേരല്ലാതെ വാങ്ങിയിട്ടില്ല. ബാക്കിയുള്ളവർ സ്കൂൾ കോണിക്ക് എത്രയില്ല. ഒരു പ്രശ്നം ഒരു സംഘർഷം ഉണ്ടാകുന്നില്ല. അപ്പൊ ഞങ്ങൾ മാന്യമായി മാർച്ച് ഈ സ്കൂളിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് സുരക്ഷയാണ് ഇവിടുത്തെ അധികാരികൾ ഉറപ്പുവരുത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി പറയാൻ പോലും ഇവിടുത്തെ പ്രധാന അധ്യാപികയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഈ കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു പ്രതിഷേധവുമായി കടന്നു ചെല്ലുമ്പോഴും കായംകുളത്തെ ഈ ഗവൺമെൻറ് സ്കൂളിലേക്ക് ഇന്നൊരു പ്രതിഷേധവുമായി കടന്നു വന്നപ്പോഴും ഇവിടുത്തെയൊക്കെ പ്രധാന ആളുകൾ പറയുന്ന ഒരു ഉത്തരം ഇതുപോലെ ഒരു പരിഹാരം കുട്ടികൾക്ക് എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇവിടെ പിന്നെ തുല്യതാ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നു. തുല്യത ഡൈനിങ് മോളിൽ ഡൈനിങ് മോളിൽ ഇരുന്ന് പഠിക്കേണ്ടതാണോ മേഡം കുട്ടികൾ? അല്ല, അത് ശരിയാണെന്ന് മേഡത്തിന് തോന്നുന്നുണ്ടോ? അത് കുട്ടികളെ ഡൈനിങ് മോളിൽ ഇരുന്ന് പഠിക്കേണ്ടതാണോ മേഡം കുട്ടികൾ? അല്ല, അത് ശരിയാണെന്ന് മേഡത്തിന് തോന്നുന്നുണ്ടോ? അത് ഇവിടെ ഇന്ന് ആ ഡൈനിങ് ഹാളിലാണ് ഈ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ അവരെ മാറ്റാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ മാറ്റാനൊന്നും ഞങ്ങൾ അനുവദിക്കില്ല. പകരം ഡൈനിങ് ഹാളിൽ നിന്നും കുട്ടികളെ പഴയ പൂർവ്വ സ്ഥാനത്തേക്ക് മാറ്റാനുള്ള എല്ലാ സാഹചര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുവാൻ ഇവിടുത്തെ ഭരണാധികാരികളും ഭരണകൂടവും മുനിസിപ്പാലിറ്റിയും ഇവിടെ ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കും. പിന്നെ ഞങ്ങളിവിടെ സമരം സംഘടിപ്പിച്ച് വന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരായിട്ടുള്ള സമരമല്ല. പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ഇത് മനസ്സിലാക്കണം. ഞങ്ങളിവിടെ സമരം സംഘടിപ്പിച്ച് വന്നത് ഇവിടെ സമരത്തിന് നിവേദനം സമർപ്പിക്കാൻ വേണ്ടി വന്നത് സ്കൂളിലെ HM-നും അതുപോലെ പ്രിൻസിപ്പാളിനുമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ നിങ്ങൾ 5 പേരെ കടത്തിവിടും അല്ലെങ്കിൽ 4 പേരെ കടത്തിവിടുമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ട ഹരിത ബാബു ഇവിടെ നിൽക്കുകയാണ്. ഹരിത ബാബു ഇവിടെ മത്സരിച്ച ഒരു കാൻഡിഡേറ്റ് ആണ്. അവരെ ഇവിടെ മത്സരിച്ച ഒരു കാൻഡിഡേറ്റ് ഇവിടെ അറിയപ്പെടുന്ന ഒരാള് നിങ്ങൾ ഇവിടെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഞങ്ങളെ 5 പേരെ കയറ്റി വിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസമുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം പ്രിയപ്പെട്ട പോലീസുകാർ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രമാത്രം തടഞ്ഞു നിർത്തിയാലും എത്രമാത്രം ഞങ്ങളെ മാറ്റി നിർത്തിയാലും ഞങ്ങളിതൊന്നും കൊണ്ട് പിന്മാറുന്നവരല്ല എന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ക്ലാസ് മുറിയിലിരുന്ന ഒരു കുട്ടിയുടെ ദേഹത്ത് ആ ക്ലാസ് മുറിയുടെ മേൽഷീറ്റിൻ്റെ ഒരു ഭാഗം ഇളകി അതിൻ്റെ തലയിൽ വീണൊരു അവസ്ഥയുണ്ടായി. അതിനും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അങ്ങ് കൊല്ലത്ത് ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ഒരു 9 വയസ്സുകാരൻ വിദ്യാർത്ഥി മരണപ്പെടുകയുണ്ടായ സംഭവം നമ്മുടെയൊക്കെ കൺമുന്നിൽ നിന്നും മായുന്നതിന് മുൻപ് തന്നെയാണ് ഇവിടെ കായംകുളത്ത് ഗേൾസ് സ്കൂളിലും അതേ സമാനമായ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അപകടം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.